എന്ന് പറയുന്നത് യുജ് സമാധൗ എന്നുള്ളതാണ് റൂട്ട് അതിൻ്റെ. അതായത് മനസ്സിൻ്റെ ഏകാഗ്രത. യുജ് സമാധൗ. യോഗ എന്ന് വെച്ചാൽ ചിത്തവൃത്തി നിരോധമാണ്. അപ്പം ചിത്തം എന്താന്ന് പറയുന്നു? തഥാ ദ്രഷ്ടു സ്വരൂപേ അവസ്ഥാനം എന്നാണ് ചിത്തം. അപ്പോൾ വൃത്തിസാരൂപ്യ ഇതരത്ര. മറ്റ് വൃത്തികൾ മനസ്സ് ഏതെങ്കിലും വൃത്തിയോട് കൂടിക്കുമ്പോൾ ആ രൂപത്തിലങ്ങായിത്തീരും. അതാണ് വൃത്തിസാരൂപ്യം തരുന്നത്. അപ്പോൾ എന്താ യോഗ? ചിത്തവൃത്തി നിരോധമാണ്. അപ്പോൾ ചിത്തം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തി എന്താണെന്ന് പറയുകയാണ്. വൃത്തി 5 വിധമാണ്: പ്രമാണ, വിപര്യ, വികല്പ, നിദ്ര, സ്മൃതികൾ. അപ്പോൾ പ്രമാണം എന്താണെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇവിടെ 3 അവിസംവാദി ജ്ഞാനമാണ് പ്രമാണം, പ്രമ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണമാണ് പ്രമാണം. നമ്മൾ യോഗികൾ 3 പ്രമാണത്തെയാണ് അംഗീകരിച്ചിരിക്കുന്നത്. അതായത് പ്രത്യക്ഷം, അനുമാനം, ആഗമം. അങ്ങനെ പ്രത്യക്ഷം എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. അനുമാനം എന്ന് വെച്ചാൽ ഹേതുവിൽ നിന്ന് സാധ്യത്തെ അന്വേഷിച്ചെടുക്കുക. അപ്പോൾ ഉദാഹരണം പറഞ്ഞത് പുകയിൽ നിന്നും നമ്മൾ വന്യെ, അതാണ് ഒരു ഉദാഹരണം. അത് ലിംഗിനി സംബന്ധം, ഗൃഹീത സംബന്ധ ലിംഗിനി അവബോധം. പിന്നെ ശബ്ദജ്ഞാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആഗമജ്ഞാനം എന്ന് പറയുന്നത് യഥാർത്ഥ വക്ത എന്നൊക്കെയാണ് പറയുന്നത്. സത്യം പറയുന്ന ആരാണോ അതാണ്, അല്ലെങ്കിൽ ശ്രുതി പ്രമാണത്തിൽ നമ്മൾ അങ്ങനെ പറയാറ്. അപ്പോൾ 3 പ്രമാണത്തെയാണ് സാഖ്യന്മാരെ അംഗീകരിക്കുന്നത്. സാഖ്യന്മാർ യോഗികൾ, അല്ലാതെ 8 പ്രമാണം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ വേദാന്തികളൊക്കെ ഞങ്ങൾ 6 പ്രമാണത്തെയാണ് അംഗീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ സാഖ്യന്മാർ യോഗികളും 3 പ്രമാണമാണ്: പ്രത്യക്ഷം, അനുമാനം, ആഗമം. അപ്പം പ്രമാണം കഴിഞ്ഞു. ഇനി വിപര്യം എന്താണെന്ന് പറഞ്ഞു? മിഥ്യാജ്ഞാനം അതത് രൂപപ്രതിഷ്ഠമാണ്. വിപര്യം മിഥ്യാജ്ഞാനമാണ്. അതായത് ശുദ്ധിക്കെ കണ്ടിട്ട് രചിതമാണെന്ന് തോന്നുന്ന ജ്ഞാനം, അതാണ് വിപര്യം. ഇനി വികല്പം എന്ന് പറയുന്നത് ശബ്ദജ്ഞാനാനുപാധി വസ്തുശൂന്യ വികല്പ. ശബ്ദജ്ഞാനത്തെ പിന്തുടർന്ന് വരിക, പക്ഷെ വസ്തുവില്ല. ഇത് ചൈതന്യം, പുരുഷൻ്റെ സ്വരൂപം തന്നെയാണ് ചൈതന്യം. ചൈതന്യമേവ സ്വരൂപം. അപ്പോൾ പിന്നെ നമ്മൾ പുരുഷസ്യ സ്വരൂപം ചൈതന്യം എന്ന് പറയേണ്ട കാര്യമില്ല. ഇതുപോലെ ദേവദത്തുച്ച കമ്പളം എന്ന് പറയുന്ന അവിടെ വിശേഷങ്ങളായിട്ട് പറയേണ്ട ആവശ്യമില്ല. പുരുഷൻ്റെ സ്വരൂപം തന്നെയാണ്, സ്വരൂപം തന്നെയാണ് ചൈതന്യം. അതാണ്. അപ്പോൾ പ്രമാണമായി, വിപര്യമായി, വികല്പമായി. നിദ്ര എന്ന് പറയുമ്പോൾ അഭാവപ്രത്യാലംബന വൃത്തി നിദ്ര. പിന്നെ സ്മൃതി എന്ന് പറയുന്നത് അനുഭൂത വിഷയ അസംപ്രമോഷ സ്മൃതി. അപ്പോൾ 5 വൃത്തികളായി: പ്രമാണ, വിപര്യ, വികല്പ, നിദ്ര, സ്മൃതി. ഇനി യോഗ ചിത്തവൃത്തി നിരോധമാണ്. അപ്പം നിരോധം എന്താണെന്ന് പറയുന്നു? അഭ്യാസ വൈരാഗ്യാഭ്യാം തം നിരോധ. അഭ്യാസം എന്താണെന്ന് പറയുന്നു? തത്ര സ്ഥിതൗ യത്ന അഭ്യാസ. പിന്നെ വൈരാഗ്യം എന്താണെന്ന് പറയുന്നത്? ഈ അഭ്യാസം എന്ന് പറയുന്നത് സദോ ദീർഘകാല ആദര നൈരന്തര്യ സത്കാര ആസേവിത ദൃഢഭൂമി. ദീർഘകാലം നമ്മൾ അനുഷ്ഠിച്ചാൽ മാത്രം ഉണ്ടാകുന്നതാണ്. അങ്ങനെയാണ് അത് ദൃഢമാകുന്നത്. പിന്നെ അഭ്യാസ വൈരാഗ്യം എന്താന്ന് പറയുന്നത്? ഇഷ്ട ആനുശ്രവിക വിഷയ വികൃഷ്ണസ്യ വശീകാര സംജ്ഞ വൈരാഗ്യം. അപ്പോൾ ഈ ലോകത്തിലും പരലോകത്തിലുമുള്ളതായ വിഷയങ്ങളിലുള്ളതായ ആസക്തി ഇല്ലായ്മയാണ് എന്ന് എളുപ്പം നമുക്ക് പറഞ്ഞു നിർത്താം. അപ്പം ചിത്തവൃത്തി നിരോധമായി. പിന്നെ മറ്റുപായങ്ങൾ, കുറേ ഉപായങ്ങൾ പറയുക, ഭേദങ്ങൾ. സംപ്രജ്ഞാത അസംപ്രജ്ഞാത ഭേദേന് 2 വിധം ഉണ്ടെന്ന് പറഞ്ഞു. ആ സംപ്രജ്ഞാത സമാധി തന്നെ വിതർക്ക, വിചാര, ആനന്ദ, അസ്മിത രൂപത്തിൽ 4 രൂപത്തിലുണ്ടെന്ന് പറഞ്ഞു. ഓരോന്നിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. അസംപ്രജ്ഞാതം എന്ന് പറയുന്നത് തസ്യാഭി വിരോധ നിർബീജ, അങ്ങനെയാണ്. അപ്പോൾ സംപ്രജ്ഞാതി 2 വിധം ഉണ്ടെന്ന് പറഞ്ഞു. സമാധി 2 വിധം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതറിയാനുള്ളതായ മാർഗങ്ങൾ കുറേ പറഞ്ഞു. അതിലൊരെണ്ണമാണ് ഈശ്വര പ്രണിധാനാദ്വാ സമാധി ലാഭ എന്ന് പറഞ്ഞു. അപ്പോൾ ഈശ്വരൻ എന്താണെന്ന് പറഞ്ഞു. ക്ലേശകർമ്മ വിഭാഗാശേഹി അപരാമൃഷ്ട പുരുഷ വിശേഷ ഈശ്വര എന്ന് പറഞ്ഞു. ഓരോന്നും ക്ലേശം എന്താണ്? അതൊക്കെ നമ്മൾ അവിദ്യാസ്മിതാരാഗദ്വേഷാഭിനിവേശ ക്ലേശ. അപ്പോൾ ഈശ്വര പ്രണിധാനാത് എന്ന് പറഞ്ഞു. ആ ഈശ്വരൻ്റെ വാചകം എന്ന് പറയുന്നത് പ്രണവമാണ്. പ്രണവം എന്ന് പറഞ്ഞാൽ ഓങ്കാരമാണ്. അപ്പോൾ ഓങ്കാര ഉപാസനയിലൂടെ നമുക്ക് സമാധി ലാഭം എന്ന് പറഞ്ഞു. പിന്നെ വിദേഹ പ്രകൃതിലയന്മാർക്ക്
ഭവപ്രത്യയമാണ് അവർക്കുണ്ടാകുന്ന സമാധി. സാധാരണക്കാർക്ക് അതായത് പ്രാരംഭ ദശയിലുള്ളവർക്ക് ശ്രദ്ധ, വീര്യ, സ്മൃതി തുടങ്ങിയതായ അതിൻ്റെ അനുഷ്ഠാനത്തിലൂടെയാണ് സമാധി എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഓരോരോ അഭിമത ധ്യാനാദുവ സമാധിലാഭ, പ്രച്ഛത്തന വിധാരണാഭ്യാം വാ പ്രാണസ്യ സമാധിലാഭ. ഇതെല്ലാം സമാധിക്ക് വേണ്ടുന്നതായ ഓരോരോ ഉപായങ്ങളായിട്ടാണ് നമ്മളിപ്പോൾ വിഷയവതി പ്രജ്ഞ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയത്തെ ഗ്രഹിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു സമാധി ഉള്ളതായൊരു ഉപായമായിട്ട് പറയുന്നുണ്ട്. പിന്നെ വിശോക, നമ്മുടെ ദുഃഖങ്ങളൊക്കെ. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രയോജനം നമ്മൾ പറയില്ല. ഈശ്വര പ്രണിധാനം കൊണ്ടുള്ളതായ പ്രയോജനം എന്ന് പറയുന്നത് ഈ അന്തരായ നമ്മുടെ അന്തരാത്മാവിൽ ആത്മാവിൻ്റെ അവധാരണം വാക്കോർക്കുന്നില്ല. അതുപോലെ തന്നെ അന്തരായ അഭാവവുമാണ്. അന്തരായങ്ങൾ ഏതൊക്കെയാണ്? വ്യാധി, സ്ഥാന തുടങ്ങിയതായ 9 അന്തരായങ്ങൾ ആദ്യം പറഞ്ഞു. പിന്നെ ദുഃഖം, കൗമനസ്യാദികളാകുന്ന മറ്റ് 5 കൂടി ചേർത്ത് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുറേ മാർഗങ്ങളിലൂടെ നമുക്ക് സമാധി ലാഭം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സംക്ഷേപിച്ച് ഞാൻ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള സംശയങ്ങളെല്ലാം നിങ്ങളുടെ ഗുരുനാഥനോട് ചോദിക്കുക. ശബ്ദം അന്ധകാരസ്യാത് ഋശബ്ദസ്തന്നിരോധക അന്ധകാര നിരോധിത്വാത് ഗുരുരിത്യഭിധീയതേ എന്ന്. ഗു എന്നുള്ള ശബ്ദം കൊണ്ട് ഒരുപാട് ദർശനമുണ്ട്. ഗു എന്നുള്ള ശബ്ദം കൊണ്ട് അന്ധകാരമെന്നും രു എന്ന ശബ്ദം കൊണ്ട് നിരോധമെന്നുമാണ്. അന്ധകാരത്തെ നിരോധിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിനെ ഗുരു എന്ന് വിളിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിനോട് ചോദിച്ചാൽ മതി. ഓക്കെ.